സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധതരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കേരള സംസ്ഥാന ചെറുകിട മരവ്യവസായ അസോസിയേഷൻ എടവണ്ണ ഏരിയ സമ്മേളനം നടത്തി. ചടങ്ങിൽ SSLC, +2 പരീക്ഷ വിജയികളായ മെമ്പർമാരുടെ കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. മുസല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി MP സധു ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ലൈസൻസ് ലഭിക്കും. ഈ കഴിഞ്ഞ 16 വർഷം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ നമ്മൾ ഒട്ടനവധി സഹനം സഹിച്ചെങ്കിൽ കൂടിയിട്ട് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. വ്യവസായ മന്ത്രിയുമായിട്ട് സംസാരിച്ചു, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഈ കഴിഞ്ഞ ഗവൺമെന്റ് നമുക്കിതെല്ലാം വളരെ സുതാര്യമായിട്ട് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സാഹചര്യം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ഒരു സർവ്വസാധാരണക്കാരന് 15,000 രൂപയോളം ഫീസ് ഇനത്തിൽ മുടക്കേണ്ട സാഹചര്യത്തിൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ചെറുകിടം, അതുപോലെ തന്നെ ഇടത്തരം, വൻകിടക്കാരായിട്ടുള്ള ആളുകൾ, ഫാക്ടറി രൂപത്തിലുള്ള വ്യവസായം നടത്തുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ തരം തിരിച്ചുകൊണ്ട് പ്രത്യേക സ്ലാബ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം എന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ നിർദ്ദേശം വെച്ചത് നമ്മളാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി ഈ കാര്യം വളരെ നല്ല രീതിയിൽ അനുതാപപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമ്മൾ നിലവിൽ നിന്നിരുന്ന ഓറഞ്ച് കാറ്റഗറിയിൽ നിന്നും വൈറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വ്യവസായശാലകളിൽ മറ്റുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളും ഒരു കെമിക്കലൈസ് കാര്യങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും നമുക്ക് കടുത്ത നിയന്ത്രണം വന്നത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചതെന്ന് നമ്മുടെ യൂണിറ്റിന്റെ സെറ്റ് ബാക്ക് 25 മീറ്റർ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം 5000-ഓളം വ്യവസായ സംരംഭങ്ങളാണ് മരവ്യവസായ മേഖലയിലുള്ളത്. അതിൽ 90% ആളുകളും വാടക കെട്ടിടത്തിൽ നടത്തുന്ന ആളുകളാണ്. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനയുടെ മെമ്പർമാർ കൂടിയായ പ്രദീപ് പാങ്ങോട്, CK ഫൈസൽ എന്നിവരെ ആദരിച്ചു. OK സുലൈമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K ഹംസ, ജില്ലാ ഭാരവാഹികളായ N അബ്ദുൽ കരീം, അനന്തകൃഷ്ണൻ, N ആസിഫ്, P സുൽഫിക്കർ അലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.